ഏറ്റവും ആരാധ്യനായ സാനുമാഷ്, അനിലച്ചൻ, ഈ പ്രസംഗങ്ങൾ ജഡ്ജ് ചെയ്ത ഏറ്റവും പ്രശസ്തരായ ജൂറി അംഗങ്ങളെ, സദസ്സിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളടക്കമുള്ള സ്നേഹിതരെ, ഈ പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്ത് വിജയികളായ സഹോദരി സഹോദരന്മാർ, കഴിഞ്ഞ വർഷം വിഷയമാക്കിയിരുന്നത് അച്ഛനോട് പറയുകയായിരുന്നു, കേരള നവോത്ഥാനവും ചവറ പിതാവും എന്നതായിരുന്നു എലിയാസ് അച്ഛൻ. ഇത്തവണ കേരള നവോത്ഥാനവും ശ്രീനാരായണ വിഷയം, രണ്ടിൻ്റെയും പ്രസക്തി വളരെ വലുതാണ് എന്ന് ഞാൻ കരുതുന്നു. ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ വിപ്ലവം അത് സാധാരണക്കാരിലേക്ക് എത്തിക്കുവാൻ ജീവിതം മുഴുവൻ ത്യാഗോജ്ജലമായ പ്രവർത്തനത്തിലൂടെ ഏറ്റവും വലിയ ഗുരു വര്യന്മാരിലൊരാളായി മാറിയ ആളായിരുന്നു ചവറ എലിയാസ് അച്ഛൻ. ആദ്യമായി പള്ളിക്കൂടം സ്ഥാപിക്കുകയും പള്ളികളോടൊപ്പം സ്കൂളുകൾ തുടങ്ങുവാനുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ നവോത്ഥാനത്തിൻ്റെ കാഴ്ചപ്പാടുകൾ കഴിഞ്ഞ വർഷം ഇവിടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അനാവരണം ചെയ്തു. ഈ വർഷം അതിലേറെ നാം ചിന്തിക്കുന്ന ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ അപജയം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഗുരുദേവൻ്റെ ദാർശനികത എന്താണ് എന്ന ആ ഒരു വിഷയത്തെ ആസ്പദമാക്കി ടോപ്പിക്ക് സെലക്ട് ചെയ്ത അനിലച്ചനടക്കമുള്ള ഇതിൻ്റെ ജൂറി അംഗങ്ങളടക്കമുള്ളവരോടുള്ള കടപ്പാടും നന്ദിയും ഞാൻ രേഖപ്പെടുത്തട്ടെ. പലപ്പോഴും ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദീർഘമായി ഞാൻ പ്രസംഗിക്കുന്നില്ല. ഏറ്റവും അധികം എന്നെ ആകർഷിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളാണ്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ഒരു ദിവസം മുഴുവൻ ചർച്ച ചെയ്താലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വിഷയം നമുക്ക് ചർച്ച ചെയ്ത് തീരില്ല. ഞാൻ എൻ്റെ സുഖത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷമായിരിക്കണം ലക്ഷ്യം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരൻ്റെ സുഖത്തിനായി വരണം. എത്രയോ ബൃഹത്തായ അർത്ഥവത്തായ വചനങ്ങളാണ് അതെന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. നമ്മൾ റോഡ് സൈഡിലൊരു വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ പോലും മറ്റുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സൗകര്യമുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്, പലരും പാർക്ക് ചെയ്തതിന് ശേഷം നോക്കും. അല്പ അസൗകര്യം ഉണ്ടെന്ന് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് വന്ന് അത് പാർക്ക് ചെയ്ത് മറ്റുള്ളവരെക്കുറിച്ചൊരു കൺസേണാണ്. അതല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് നമ്മൾ വീടുകളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് മറ്റുള്ളവർക്ക് അസൗകര്യം ഇല്ലാത്ത രീതിയിൽ അത് എവിടെ എത്തിക്കണോ അവിടെ എത്തിക്കുക എന്നുള്ളതും ഒരു സാംസ്കാരിക തലത്തിൻ്റെ ഒരു വശമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം സാംസ്കാരിക കേരളത്തിന് അല്ലെങ്കിൽ സാംസ്കാരിക ലോകത്തിന് മാതൃകയായ ഗുരുദേവൻ്റെ വചനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളെക്കുറിച്ചുമുള്ള ഒരു പ്രസംഗ മത്സരം എന്ന് പറയുന്നത് ഏറ്റവും അഭിമാനകരമായ ഒന്നാണ്. ദീർഘമായി ഇനിയും സംസാരിക്കുന്നില്ല. ഒന്ന് മാത്രം, നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് അരോചകമാകാതിരിക്കട്ടെ. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നതാകട്ടെ. നമ്മുടെ ജീവിത ദിനചര്യകൾ അത് നമുക്ക് മാത്രമുള്ളതല്ല, ഒരു സമൂഹത്തിന് മാത്രമുള്ളതാണ് എന്ന് തിരിച്ചറിയുക. മഹാത്മാഗാന്ധി ചെയ്തതുപോലെ ഒരുപക്ഷെ ഗാന്ധിയിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. വൈക്കം സത്യാഗ്രഹമൊക്കെയായി ബന്ധപ്പെട്ട് ഗുരുദേവനുമായുള്ള കൂടിക്കാഴ്ചകൾ ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, പരിണാമങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഗാന്ധിജി തൊട്ടടുത്ത പുഴയിൽ നിന്ന് വെള്ളമെടുത്ത് കൊണ്ടുവന്ന് പല്ല് തേക്കുമ്പോൾ അത് ഒരു കപ്പിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു കിണ്ടിയിൽ അല്ലെങ്കിൽ പാത്രത്തിൽ കൊണ്ടുവന്ന് എന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ഒന്നുണ്ട്, ഈ ഒഴുകുന്ന ജലം മുഴുവൻ എനിക്കുള്ളതല്ല, ഈ സമൂഹത്തിനുള്ളതാണ്. എൻ്റെ ആവശ്യത്തിന് മാത്രം ഞാൻ ഉപയോഗിക്കുക, അതിനപ്പുറത്തേക്ക് ആവരുത് എന്ന് പറയുന്ന ഒരു അർത്ഥം. അത് അല്ലെങ്കിൽ പല്ല് തേക്കാൻ വേണ്ടി ഒരു ചെറിയ മരത്തിൻ്റെ ഈ പറഞ്ഞ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പലതുമുണ്ട് പല്ല് തേക്കാൻ. ആ കാലഘട്ടത്തിൽ ഒരു ശിഷ്യനോട് പറയുന്നു, ഒരു
ഇത് പല്ല് തേക്കാനുള്ള കൊണ്ടുവരാൻ പറയും. മാവിൻ്റെയോ എന്തിൻ്റെയാണ്. അപ്പം ഓടിപ്പോയി എല്ലാവരും ശിഖരം ഒട്ടിച്ച് കൊണ്ടുവന്നു. ഭയങ്കരമായി ക്ഷോഭിച്ചു മഹാത്മാഗാന്ധി. എൻ്റെ ആവശ്യത്തിന് ഒരു ചെറിയ പീസ് മതി, നിങ്ങളിത് നശിപ്പിച്ചില്ലേ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇതെല്ലാം സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെ കണ്ണു തുറന്ന് കണ്ടുകൊണ്ട് നിൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, ഇന്ന് സമ്മാനം ലഭിച്ച പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അവർക്ക് ജീവിതത്തെ തുറന്ന് വ്യാഖ്യാനിക്കുവാനും തുറന്ന കണ്ണുകൾ കൊണ്ട് കാണുവാനും ഒരു ശരിപക്ഷത്തിൻ്റെ പ്രലോഭനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സാംസ്കാരിക വിപ്ലവത്തിന് നേതൃത്വം നൽകുവാനും ഉന്നതമായ സ്ഥാനമാനങ്ങളിൽ എത്തുമ്പോൾ ഇതൊക്കെ മനസ്സിലും ഹൃദയത്തിലും അതിലേറെ പ്രവൃത്തിയിലും ഉണ്ടാകണമെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിന് എന്നെ ക്ഷണിച്ച അച്ഛനോടുള്ള പ്രത്യേക നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.